ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ രേഷ്മ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊന്ന് ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അമ്പലത്തിൽ നിന്ന് പോയി. ഇവിടെ 3 അമ്പലങ്ങളുണ്ട്. 3 അമ്പലം, ഒന്ന് അബുദാബിയിലും, ഒന്ന് ജബിലാലി, ഒന്ന് ബർദുബായിൽ. ബർദുബായിൽ 2 അമ്പലം ഉണ്ടായി. ശിവ ടെമ്പിളും ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണ ടെമ്പിളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ അമ്പലങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഒരമ്പലം ജബിലാലിയിലോട്ട് വലിയൊരു അമ്പലമാക്കി മാറ്റിയിരുന്നു. അപ്പൊ ഇതിലോട്ട് ഞാൻ എങ്ങനെ ബർദുബായിലാണ് ഞാൻ പോയത്. കാരണം പോയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടുന്ന് ഷാർജ അൽനാദയിൽ നിന്ന് ബസ് കയറി സ്റ്റേഡിയം മെട്രോയിലെത്തി. സ്റ്റേഡിയം മെട്രോയിൽ നിന്ന് ഗ്രീൻ ലൈൻ ആയിട്ടുള്ള മെട്രോയിൽ കയറണം. ഗ്രീൻ ലൈൻ ആയിട്ടുള്ള മെട്രോയിൽ കയറിയിട്ട് അൽഗുബൈബ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഷറഫ് ഡി ജെന്നും നമുക്ക് ആ വാക്കിംഗ് ഡിസ്റ്റൻസിലൂടെ നമുക്ക് ഈ അമ്പലത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പിന്നെ എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഉണ്ടെങ്കിലും എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുമോ, ആരെങ്കിലോടൊക്കെ ചോദിച്ച് നമുക്ക് പോകാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പലയിടത്തും ചോദിച്ചു പോയി. അങ്ങനെ ചോദിച്ചു ഒരു 2-3 അനുഭവങ്ങൾ എനിക്ക് ചോദിച്ചു പോയതിൽ അനുഭവങ്ങൾ ഇന്നലെ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം എന്താ വെച്ചാല്, ഞാൻ വഴി ചോദിച്ചപ്പോഴത്തേനും അവരിൽ അവരെ പെർഫ്യൂംസിന്റെ ഷോപ്പുകള്, പല ഷോപ്പുകൾ, പിന്നെ അമ്പലത്തിന്റെ സൈഡിൽ എന്തെല്ലാം ഷോപ്പുകളുണ്ടോ അതേപോലത്തെ ഷോപ്പുകൾ, പല വ്യത്യസ്തപരമായിട്ടുള്ള ഷോപ്പുകൾ, കാര്യങ്ങളെല്ലാം ആ ഒരു ഏരിയയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതില് 2-3 കടക്കാര് ഞങ്ങൾ വഴിയൊക്കെ പറഞ്ഞു തരാം, ഞങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങണം. ഓക്കെ, ഇതെന്താണ് ഗുണ്ടായിസോ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം ഒരു വഴിയല്ലേ ചോദിച്ചുള്ളൂ, അതിനാണ് ഇവര് കടയിൽ നിന്ന് സാധനം വരെ ഒരു വഴി ചോദിക്കുന്നതിന് കടയിൽ നിന്ന് സാധനം മേടിക്കും. എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, വാങ്ങിക്കാം, ഞാൻ ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങാം. അങ്ങനെ നൈസായിട്ട് വഴിയും ചോദിച്ചു, അവരിൽ നിന്ന് എസ്കേപ്പ് പോയി. എന്നിട്ട് വന്ന വഴിയെല്ലാം തിരിച്ച് വേറെ വഴി കൂടെയാണ് കയറി എസ്കേപ്പ് ആയി. ഓക്കെ, അങ്ങനെ കുറെ എനിക്ക് അനുഭവങ്ങളുണ്ടായി. പിന്നെ നല്ലൊരു പീസ്ഫുൾ ആണ് ഈ അമ്പലത്തിൽ ചെന്നപ്പോൾ. കുഞ്ഞൊരമ്പലമാണ്, പോസിറ്റീവ് എനർജി ഉണ്ട് പിന്നെ പുറത്തെ കാര്യങ്ങള് വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തില്ല. എങ്കിലും ഒരു നമുക്കൊരു അമ്പലത്തിൽ ചെന്ന ഒരു പ്രതീക അമ്പലത്തിലുണ്ടായി. നല്ലൊരു ഫീൽ ഉണ്ട്. പിന്നെ എനിക്കിനി 2 അമ്പലം കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് ഞാൻ വീഡിയോ പോലെ ചെയ്യാം. ഇപ്പൊ എനിക്ക് അകത്ത് കയറിയുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അകത്ത് എടുക്കാൻ പാടില്ല എന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പുറത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ശ്രീകൃഷ്ണ ടെമ്പിളിലാണ്, ബർദുബായിലുള്ള. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. നല്ലൊരു അനുഭവമാണ് എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കുണ്ടായത്. കറക്റ്റ് ഒരു അമ്പലത്തിൽ ചെന്നൊരു പ്രതീകമാണ് ഈ ഒരു ഇതിലോട്ട് എത്തുമ്പോൾ. ഈ അമ്പലത്തിലോട്ട് വരേണ്ട രീതി, ഷറഫ് ഡി ജെയിൽ നിന്നും നമുക്ക് ഈ അമ്പലത്തിലോട്ട് വരാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ അൽഗുബൈബ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്താൻ പറ്റും. ഒരു അടിപൊളി അനുഭവമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ പ്രസാദങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, പിന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേര് അറിയാമല്ലോ, വേൾഡറേഷൻ എന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ആ അമ്പലത്തിൽ ചെന്ന് ഞാൻ തൊഴുതിറങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ ഒരു കാർഡ് കൊണ്ടു തന്നു. കണ്ടോ, ഇങ്ങനെ ഒരു കാർഡ് കൊണ്ടു തന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പൂജ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും, എല്ലാ പൂജകളും ഇതിനകത്ത്, അമ്പലത്തിൽ നമ്മൾ എന്തൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ടോ ആ പൂജകളെല്ലാം ഇവിടെ ഈ കാർഡിനുള്ളിൽ ഇവര് ഓണായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്തു തരും. നമ്മുടെ വീട്ടിലോ നമ്മളെവിടെ നിൽക്കുന്ന നമ്മുടെ വണ്ടി പൂജ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. തിരുപ്പതി പണ്ഡിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോണ്ടാക്ട് ടൈപ്പ് ഓഫ് ദ പൂജ,
conduct type all type of the puja. Okay, Ganavati puja, Ganavati puja, Homan, Ganesh Prava, ഗണേഷ് ചന്തി, ആസ്ട്രോളജി, അങ്ങനെ കുറെ പൂജകൾ പറഞ്ഞിട്ടുണ്ട്. നാരായണ പൂജ, കാർ പൂജ, എന്താ പറയാ വെഡിങ് പൂജ, അങ്ങനെ കുറെ പൂജകൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സുന്ദർ ഖണ്ഡ് പാന്ത്, അങ്ങനെ എന്തൊക്കെയോ കുറെ എനിക്ക് അറിയത്തില്ലാത്ത കുറെ എന്തൊക്കെയോ സെറമണീസ് പൂജകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു കാർഡ് അടിച്ചിട്ട് വരെ പൂജകൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ സന്ധിക്കും വരെ വണക്കം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ബൈ ബൈ.